ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ മുത്തേരി. ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സംസാരിക്കേണ്ട വിഷയം ജലസ്രോതസ്സുകളെക്കുറിച്ചും അവയുടെ സംരക്ഷണ രീതികളെക്കുറിച്ചുമാണ്. പല സന്ദർഭങ്ങളിലായി നാം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് അടുത്ത ലോക മഹായുദ്ധം ജലത്തിന് വേണ്ടി എന്നുള്ളത്. അതിനെ അന്വർത്ഥമാക്കുന്നതാണ് 2024 ലോക ജലദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അതായത് വാട്ടർ ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടി ജലം പ്രയോജനപ്പെടുത്തുക. അതാണ് ഈ വർഷത്തെ തീം. ജലക്ഷാമം വരുന്ന 2 മാസങ്ങളിൽ, വേനൽക്കാലങ്ങളിൽ അതെങ്ങനെ നേരിടുമെന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും. ഇപ്പോഴേ പല പ്രദേശങ്ങളിലും ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ ജലക്ഷാമത്തെക്കുറിച്ചായിരുന്നു. 2019 ചെന്നൈ സിറ്റിയിലും ഇതേപോലെയുള്ള ഒരു ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഈ സിറ്റികളിലെല്ലാം തന്നെ നമുക്ക് കാണാവുന്നതാണ് അൺപ്ലാൻഡ് അർബൻ ഗ്രോത്ത്. ആസൂത്രിതമല്ലാത്ത ഇത്തരത്തിലുള്ള സിറ്റികളുടെ വളർച്ച ഭൂഗർഭ ജലസ്രോതസ്സുകളെ ബാധിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, നാം ഓരോരുത്തരും ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ അളവ് എന്നിവയെല്ലാം ഭൂഗർഭ ജലസ്രോതസ്സിനെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു കാരണമാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്നും നമ്മൾ സംസാരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നിവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇതും ഭൂഗർഭ ജലസ്രോതസ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ജലക്ഷാമം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മലിനീകരണം അഥവാ പൊല്യൂഷൻ ആണ്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, ഹ്യൂമൻ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്നിവയൊക്കെ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇതുമൂലം ചില ബാക്ടീരിയകൾ രൂപപ്പെടുകയും അവ മനുഷ്യ ശരീരത്തിന് ഹാനികരമാവുകയും ചെയ്യുന്നതാണ്. ഇവയും ഭൂഗർഭ ജലസ്രോതസ്സിനെ ബാധിക്കുന്നുണ്ട്. കൃഷിക്കായി നാം എല്ലാവരും തന്നെ ജലം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ ഉപയോഗിക്കുന്ന സമയത്ത് 40% വെള്ളവും പുറത്തേക്ക് ലീക്കേജായി പോകാറുണ്ട്. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടാവാം അതുണ്ടാകുന്നത്. ഇതും ജലക്ഷാമത്തിന് ഒരു കാരണമാണ്. 2022 നടന്ന ഉക്രൈൻ യുദ്ധത്തിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഏകദേശം 6 ബില്യൺ ജനങ്ങൾക്കാണ് ജലക്ഷാമം നേരിടേണ്ടി വന്നത്. അവർക്ക് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഏകദേശം 785 മില്യൺ ജനങ്ങൾ ജലക്ഷാമം നേരിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. വർഷം തോറും ഇങ്ങനെ വരുന്ന ജലക്ഷാമത്തെ നമുക്ക് എങ്ങനെയൊക്കെ നേരിടാനാവും, അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ളത്. അതായത് മഴ പെയ്യുമ്പോഴുള്ള വെള്ളം ഒലിച്ചു പോകാതെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു രീതിയാണിത്. ഉപരിതലം പോലെയുള്ള ഒരു മേൽക്കൂരയിൽ മഴവെള്ളം ശേഖരിക്കുകയും ഒരു ടാങ്ക്, കിണർ, ആഴത്തിലുള്ള കുഴി, അക്വിഫർ അല്ലെങ്കിൽ പെർക്കുലേഷൻ ഉള്ള ഒരു റിസർവോയറിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അങ്ങനെ അത് താഴേക്ക് ഒഴുകുകയും ഭൂഗർഭജലം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ജലത്തിൻ്റെ ഉപഭോഗത്തെക്കുറിച്ചും ജീവിതശൈലിയിൽ കൊണ്ടുവരാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് ജലത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ ശരിയായ ഉപയോഗ രീതികളെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിച്ച് റീസൈക്കിളിലൂടെ ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക രീതികളും ജലസേചനവും മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതി നമുക്ക് ശ്രമിക്കാവുന്നതാണ്. വെള്ളത്തിൽ നിന്ന് അധിക ധാതുക്കളും ലവണങ്ങളുമൊക്കെ നീക്കം ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഡീസൈനേഷൻ. അതായത് സമുദ്രജലത്തെ കുടിവെള്ളമാക്കുന്ന പ്രക്രിയ. അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആഗോള ജനസംഖ്യ വർധനവിനെ തുടർന്ന് 2030 ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ജലസ്രോതസ്സുകളിൽ 65% വരെ വിതരണ ഡിമാൻഡ് വിടവ് കാണാൻ കഴിയും. ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ലോക മഹായുദ്ധം ജലത്തിനു വേണ്ടി ആവരുതേ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.